ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 4ാം ക്രിക്കറ്റ് ടെസ്റ്റ് സമനിലയിലാണ് അവസാനിച്ചത്. മത്സരത്തിന്റെ അവസാന നിമിഷം ചില നാടകീയ രംഗങ്ങൾക്കും കാണികൾ സാക്ഷികളായി. ഇന്ത്യൻ താരങ്ങളായ ജഡേജയും വാഷിംഗ്ടൺ സുന്ദറും സെഞ്ചുറിക്ക് അരികെ നിൽക്കെ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ സ്റ്റോക്സ് സമനിലയ്ക്കായി കൈ നൽകാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ബെൻ സ്റ്റോക്സിന്റെ സമനില ഷേക്ക് ഹാൻഡ് ഇന്ത്യ അംഗീകരിച്ചില്ല. ഇത് ഇംഗ്ലണ്ടിന്റെ ക്ഷമ നശിക്കാൻ കാരണമായി. സ്റ്റോക്സും മറ്റ് ഇംഗ്ലീഷ് താരങ്ങളും ജഡേജയും സുന്ദറിനെയും വാക്കുകൾ കൊണ്ട് ആക്രമിച്ചു. ഹാരി ബ്രൂക്കിന്റെ ബോളിലാണോ നീ സെഞ്ചുറി എടുക്കാൻ പോകുന്നത് എന്ന് സ്റ്റോക്സ് ജഡേജയോട് ചോദിച്ചത് മൈക്കുകളിൽ വ്യക്തമായിരുന്നു. സെഞ്ചുറി വേണം എങ്കിൽ നേരത്തെ തന്നെ അങ്ങനെ കളിക്കണമെന്നായിരുന്നു സാക് റോളി പറഞ്ഞത്. പക്ഷേ ഇന്ത്യൻ താരങ്ങൾ പ്രകോപിതരായില്ല. ബ്രൂക്ക് അടുത്ത ഓവറുകളിൽ ഫുൾ ടോസ് എറിഞ്ഞ് കളിയെ നിസ്സാരമാക്കിയതും ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് നിരക്കാത്തതാണ്. എങ്കിലും 2 ഇന്ത്യൻ താരങ്ങളും സെഞ്ചുറി നേടി. എന്നിട്ട് മാത്രമാണ് ഇന്ത്യ സമനിലയ്ക്ക് കൈ നൽകിയത്. ഇരുവരും ഈ സെഞ്ചുറി അർഹിച്ചിരുന്നു എന്നും അതാണ് കളി തുടർന്നത് എന്നും ഗിൽ മത്സരശേഷം പറഞ്ഞു. 5ാം ദിനം ഇന്ത്യ മികച്ച പ്രതിരോധവും ക്ഷമയും പ്രകടിപ്പിച്ച് വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താതെ ഇന്നിംഗ്സ് പരാജയം എന്ന സമ്മർദ്ദത്തിൽ നിന്ന് സമനിലയിലേക്ക് കളി എത്തിക്കുകയായിരുന്നു. രവീന്ദ്ര ജഡേജ 107 റൺസും സുന്ദർ 101 റൺസുമാണ് മത്സരത്തിൽ നേടിയത്. നേരത്തെ ശുഭ്മാൻ ഗിൽ സെഞ്ചുറി നേടുകയും രാഹുൽ 90 റൺസ് നേടുകയും ചെയ്തതാണ് ഇന്നിംഗ്സിന് അടിത്തറ പാകിയത്.